മെസ്സി എന്ന ഫുട്ബോൾ ഇതിഹാസം കൽക്കട്ടയിലെത്തി. കഴിഞ്ഞ ദിവസം കൽക്കട്ടയിൽ വലിയ പ്രതീക്ഷയോടെ അവിടുത്തെ ഫുട്ബോൾ ഭ്രാന്തന്മാര് സ്റ്റേഡിയം നിറഞ്ഞിരുന്നു. കൽക്കട്ടയുടെ ഹൃദയഭാഗത്തുള്ള സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ തന്നെയാണ് മെസ്സി വരാനായിട്ട് ജനം കാത്തിരുന്നത്. 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ മെസ്സിയെ കാണാനായിട്ട് ജനങ്ങൾക്ക്, വളരെ ചുരുക്കം ആൾക്കാർക്ക് അവസരം ഉണ്ടായുള്ളൂ. ജീവനും കൊണ്ട് ഓടി മെസ്സി. കാരണം ആളുകളുടെ ഭ്രാന്തമായ ആവേശം മെസ്സി മനസ്സിലാക്കി കണ്ടു. തൻ്റെ ജീവന് അപകടത്തിലാകുമെന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം ആ സ്റ്റേഡിയത്തിലെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പോലീസും അതുപോലെയുള്ള ഫുട്ബോൾ പ്രേമികളും അല്ലെങ്കിൽ ഫുട്ബോൾ കോച്ചുകളും മെസ്സി സ്റ്റേഡിയത്തിലേക്ക് വരുന്ന ഭാഗത്ത് ഇരുഭാഗത്തും മെസ്സിക്ക് വേണ്ട സെക്യൂരിറ്റി കൊടുക്കാൻ നിന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും മെസ്സിയോടുള്ള ആരാധന കാരണം മെസ്സിയോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ മെസ്സിയുടെ ഓട്ടോഗ്രാഫ് ഒരു ഒപ്പ് കിട്ടാനും വേണ്ടി ആ സംഘാടകരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഭാരവാഹികളും കൂടെ തിരിഞ്ഞപ്പം അന്തരീക്ഷം മോശമായെന്ന് മെസ്സിക്ക് മനസ്സിലായി. ലയണൽ മെസ്സി ഒരു തരത്തിൽ അവിടുന്ന് ഗ്രൗണ്ടിലെത്തി. അവരുടെ കെട്ടിപ്പിടുത്തത്തിലും ദേഹത്തൊടിയിലും അവരെ ഒരു തരത്തിൽ ഗ്രൗണ്ടിൽ വന്ന് പന്തടക്കം എന്ന മാന്ത്രിക വിദ്യ കാണാനായിട്ടാണ് കൽക്കട്ടക്കാർ അവിടെ കൂടിയവര്. കാരണം ഓരോരുത്തരും അതിനകത്ത് കയറിയത് 4000 മുതൽ 20,000 രൂപ വരെ മുടക്കിയിട്ടാണ് സ്റ്റേഡിയത്തിനകത്ത് കയറിയത്. ശതാദ്രു ദത്ത ഇനിഷ്യേറ്റീവ് എന്ന ആളാണ് ഇത് സംഘടിപ്പിച്ചത്. ശതാദ്രു ദത്ത എന്ന വ്യക്തി ഇതിനകത്ത് ടിക്കറ്റിന്റെ റേറ്റ് തന്നെ വെച്ചത് 4000 മുതൽ 20,000 രൂപ. അത് കൊടുക്കാൻ തന്നെ ആൾക്കാർ ധാരാളം. സ്റ്റേഡിയം നിറഞ്ഞ് കവിഞ്ഞെങ്കിലും അത്രയും ആൾക്കാർ വെളിയിലും കാത്തു നിൽപ്പുണ്ട്. അത് തന്നെയല്ല, പണം നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ അങ്ങോട്ട് ഒഴുകി. പണം എത്ര മുടക്കാനും ഏത് പാവപ്പെട്ടവനും കടം വാങ്ങിച്ചും പണം ടിക്കറ്റ് വാങ്ങിച്ചു സംഘടിപ്പിച്ചാണ് സ്റ്റേഡിയത്തിനുള്ളിൽ തള്ളിക്കയറിയത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടായി. തുടക്കത്തിൽ തന്നെ ആൾക്കാരുടെ ബാഹുല്യം കൊണ്ടും അവരുടെ തള്ളുകൊണ്ടും അവരുടെ സമ്മർദ്ദം കൊണ്ടും ടിക്കറ്റ് എടുത്തവരെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥിതിയായി സ്റ്റേഡിയത്തിൽ. വെളിയിലും അത്രയും തന്നെ ആൾക്കാർ മെസ്സി എന്ന മാന്ത്രികനെ കാണാനായിട്ട്, ഫുട്ബോൾ ഇതിഹാസത്തെ കാണാൻ തന്നെ ആണ് അവർ വെയിറ്റ് ചെയ്തത്. സ്റ്റേഡിയത്തിനകത്ത് ഒരു 10 മിനിറ്റോളം പന്തിൻ്റെ അടക്കം കണ്ട അല്ലെങ്കിൽ പന്തുമായിട്ട് തട്ടിക്കളിച്ച ശേഷം അപകടം മനസ്സിലാക്കിയ മെസ്സി പെട്ടെന്ന് അതിന് അസ്വസ്ഥനായി. പന്തവിടെ ഇട്ട് അദ്ദേഹം അങ്ങ് ഓടിക്കേറി. അദ്ദേഹം പിൻവലിഞ്ഞു. ആ സ്റ്റോൾട്ടിലേക്ക് ഏരിയയിരുന്നത് അദ്ദേഹം പെട്ടെന്ന് രക്ഷപ്പെടുകയായിരുന്നു ഉണ്ടായത്. തുടർന്ന് അവിടെ ലാത്തിച്ചാർജായി, അവിടെ പോലീസ് ഫയറിംഗ് ആയി, അവിടെ ധാരാളം പേർക്ക് പരിക്കേറ്റു. സ്റ്റേഡിയം ആകം കാണികൾ കയ്യേറി. കാരണം 20,000 രൂപ മുടക്കിയൊക്കെ കയറി ഇരുന്നിട്ട് ഒരു മിനിറ്റ് പോലും അല്ലെങ്കിൽ 5 മിനിറ്റ് പോലും മെസ്സിയെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ മെസ്സിയുടെ കളി ഒന്ന് കാണാനോ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. മെസ്സി കളിക്കാതെ മടങ്ങി. പന്തടക്കം കാണിക്കാൻ സ്റ്റേഡിയത്തിൽ ഇറങ്ങിയ മെസ്സി കാലുകൊണ്ട് ചില അഭ്യാസങ്ങൾ കാണിച്ച് ഒരു 5-10 മിനിറ്റ് ആയപ്പം തന്നെ മനസ്സിലായി അപകടം മണക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. കാരണം ഇത് അപകടം തന്നെയാണ്. കാരണം കാണികൾ അദ്ദേഹത്തിന് ഒരു ദൈവത്തെ പോലെയാണ്. കൽക്കട്ടയിലെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഫുട്ബോളിന്റെ കേന്ദ്രം കൽക്കട്ട തന്നെ. എത്രയോ വർഷം കൊണ്ട് നമ്മളെല്ലാവരും കൽക്കട്ടയുടെ കളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് അവിടുത്തെ ഓരോ വീട്ടിലും കുട്ടികളും എല്ലാവരും ഫുട്ബോൾ ഒരു വീടുകളിൽ അവർ ദൈനംദിനം അവരുടെ ജീവിതത്തിലും സ്കൂളിലായാലും എല്ലാവരുടെയും കാലിൽ ഒരു ചെറിയ പന്തുണ്ടാവും. പന്ത് തട്ടി കളിക്കുന്ന യുവതലമുറയാണ് കൽക്കട്ടയിൽ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ എല്ലാം ദൈവതുല്യനായ വ്യക്തി ഇന്ത്യയിലേക്ക് വരുന്നു. മെസ്സി കൽക്കട്ടയിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിനെ കാണാൻ തന്നെ വർഷങ്ങളായി ആൾക്കാർ ആഗ്രഹിക്കുന്ന അവരെല്ലാവരും ഒത്തുകൂടി. ടിക്കറ്റ് കിട്ടിയ ഒരു ഭാഗ്യവന്മാർ 4,000 20,000 മുടക്കാൻ കഴിയില്ലാത്തവരെല്ലാം വെളിയിൽ വന്ന് കൂട്ടം കൂടി. സ്റ്റേഡിയത്തിനെക്കാട്ടിലും 2-3 ഇരട്ടി സോൾട്ട് ലേക്കിന്റെ ചുറ്റും ആൾക്കാർ കൂടി. അതുകൊണ്ട് മെസ്സിക്ക് ഇത്ര ഒരു ജനബാഹുല്യം ഇതുവരെ കണ്ടിട്ട്, ഫുട്ബോൾ സ്റ്റേഡിയത്തിനകത്ത് നമുക്കറിയാം നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന 40,000 60,000 അല്ലെങ്കിൽ ഒരു 70,000 പേരൊക്കെ തന്നെയാണ് ഒരു വലിയ ക്രൗഡ് മെസ്സി കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒരു സ്റ്റേഡിയം നിറഞ്ഞമല്ല, സ്റ്റേഡിയത്തിന്റെ 4 ഇരട്ടി ആൾക്കാർ വെളിയിൽ നിന്ന് തന്നെ കാണാനും വീക്ഷിക്കാനും വരുന്നത്. ആ ആരവം കണ്ടപ്പം തന്നെ മെസ്സിക്ക് മനസ്സിലായി അപകടമാണെന്ന്. അദ്ദേഹം അസ്വസ്ഥനായി പെട്ടെന്ന് പിൻവലിഞ്ഞു.
അത് തന്നെ ഒഫീഷ്യൽസും ഭാരവാഹികളും ഒക്കെ അദ്ദേഹത്തിന്റെ ദേഹത്ത് തൊടാനും ഒക്കെ ശ്രമിക്കുന്നത് വന്നപ്പോൾ മുതൽ അദ്ദേഹം മനസ്സിലായി. അതുകൊണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. തുടർന്ന് അവിടെ ലാത്തിച്ചാർജും സ്റ്റേഡിയം കയ്യേറിയും സ്റ്റേഡിയത്തിന് അത്ര കനത്തതായ നാശനഷ്ടങ്ങൾ ജനങ്ങൾ വരുത്തി. ഏതായാലും പോലീസിന്റെ ലാത്തിച്ചാർജിലും അതിലും മറ്റും ഏകദേശം കുറേയധികം ആൾക്കാർ ഹോസ്പിറ്റലാണ്. പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്, പോലീസ് ഓഫീസേഴ്സിനും പരിക്കേറ്റിട്ടുണ്ട്. കാരണം അത്ര വലിയൊരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിനോ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാര്യങ്ങൾ അത്ര വലിയ പന്തിയല്ല. സ്റ്റേഡിയം നശിപ്പിക്കുന്നു വന്നപ്പം ടിക്കറ്റിന്റെ പണം അവർ തിരിച്ചു ചോദിച്ചു. അങ്ങനെ പോലീസ് ഇടപെട്ടിട്ട് ശതാദ്രി ദത്തയുടെ അടുത്ത് പണം മടക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അത് അദ്ദേഹം അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനെതിരായിട്ട് തീർച്ചയായിട്ടും കേസ് വരും. ഇതേ രീതിയിലുള്ള ഒരു കാഴ്ച തന്നെയായിരിക്കും കേരളത്തിൽ മെസ്സി വന്നാലും നടക്കാൻ പോകുന്നു. അതുകൊണ്ട് ഗവൺമെന്റോ ആരും ഫുട്ബോൾ പ്രേമികൾ അതിനെ തുനിയരുത്. കാരണം മെസ്സിയുടെ കളി നമുക്കെല്ലാവർക്കും ടി വിയിൽ ഇരുന്ന് കാണാം. അത് തന്നെയാണ് നല്ലത്. നേരിട്ട് കാണാൻ ശ്രമിക്കരുത്. നേരിട്ട് കാണാൻ കേരളത്തിൽ ഇതുപോലെ ഒരു അവസരം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അപകടം ഉറപ്പാണ്. മെസ്സി വരും, ഇനി ഇന്ത്യയിലേക്ക് തന്നെ വരുമെന്ന് സംശയമാണ്. കാരണം അത്ര ഭ്രാന്തമായ ഫുട്ബോൾ പ്രേമികളാണ് ഇന്ത്യയിൽ. പല സ്ഥലങ്ങളിലും ലോകത്തിൽ ഇത് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങൾക്കാളും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്ഥലമാണെന്ന് മെസ്സിക്ക് അറിയാം, നമുക്കതും അറിയാം. അതുകൊണ്ട് ഒരു സ്ഥലത്ത് 1000 പേര് വരുന്നിടത്ത് ഇവിടെ ഇന്ത്യയിലാണ് 10,000 പേരെത്തും. അതുകൊണ്ട് ഈ അപകടം മനസ്സിലാക്കുന്നതുകൊണ്ട് കേരളത്തിലെ സർക്കാർ, ഏത് സർക്കാർ വന്നാലും ശരി, മെസ്സിയെ കൊണ്ടുവരാൻ തുനിയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം.